ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് നടത്തുമെന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ അതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞ രക്ഷാദൌത്യത്തിനായി നേവി സംഘം ഇതുവരെ എത്തിയിട്ടില്ല. ലോറി ഉടമ മനാഫിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. എല്ലാ കാര്യത്തിലും റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേവിക്ക് പെർമിഷൻ കൊടുക്കണില്ല. നേവിക്ക് വരാൻ നേവിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേവി ഇപ്പം എത്തും. ഇവർ യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇപ്പം എന്താണ് ഇത്രയും നല്ല കാലാവസ്ഥ കിട്ടിയിട്ട് ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ് തെരച്ചിൽ തുടരണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരും റെഡിയാണ് ഇത് ചെയ്യാൻ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ അന്ന് മുതലേ സ്റ്റാർട്ടിങ് മുതലേ ഉള്ള ആ ഒരു തന്നെയാണ്. നേവി സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഇത്രയും മണിക്കൂറുകളായി അനിശ്ചിതത്വം തുടരുകയാണ്. അവിടെ തിരച്ചിൽ തുടരുന്നു, ഇന്ന് ആരംഭിക്കും എന്ന അറിയിപ്പിനെ തുടർന്നാണ് ബന്ധുക്കളും മനാഫും അടക്കമുള്ളവരെല്ലാവരും അവിടേക്ക് എത്തിയത്. പക്ഷേ ഇതുവരെ അവരുമായി ഒരു ഔദ്യോഗിക ആശയവിനിമയവും ഉണ്ടായിട്ടില്ല എന്നാണോ? മാധു, ഇതുവരെയും ബന്ധുക്കൾക്കോ മനാഫിനോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇത്തരത്തിൽ കാർവാർ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഉത്തര കന്നഡ ജില്ലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആദ്യഘട്ട രക്ഷാപ്രവർത്തന സമയത്ത് ഇവിടെ സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പ്രതിനിധികളും ഇവിടെ സജീവമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിന് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്ന വാക്ക് പൂർണ്ണമായും ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇന്നലെ കാർവാറിൽ വെച്ച് നടന്ന ഉന്നതതല യോഗത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇന്ന് രാവിലെ തന്നെ നേവി സംഘം എത്തി ആദ്യം ഇവിടെ അടിയൊഴുക്ക് പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു പരിശോധനകൾ, ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്നും അതിന് തൊട്ടു പിന്നാലെയായി ഇവിടെ മുങ്ങൽ വിദഗ്ധരടക്കം എത്തി. ഇനി ആദ്യം നേവി എത്തി ആദ്യം പരിശോധന നടത്തുമെന്നും ഇനി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രാദേശിക തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് പരിശോധന നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് നൽകിയിരുന്നു. അതേ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇവിടെ കോഴിക്കോട് നിന്നും ഷിരൂരിലേക്ക് ബന്ധുക്കൾ എത്തിയത്. ഇപ്പോൾ ഇവിടെ നദീതീരത്തൊക്കെ തന്നെ കാണാം, ഏറെ ശാന്തമായാണ് നദി ഒഴുകുന്നത്. എന്തുകൊണ്ടും ഇത്തരത്തിലൊരു തിരച്ചിലിന് അല്ലെങ്കിൽ ഒരു മുങ്ങിത്തപ്പലിന് ഏറെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഇവിടെ എത്തുമെന്ന് പറഞ്ഞ നേവി സംഘത്തിന് ഈ സമയം വരെ, ഈ 12 മണി വരെ ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല എന്നത് ഏറെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരിൽ നിന്നും നമ്മൾക്ക് നേവി വൃത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അധികാരികളൊക്കെ തന്നെ നമ്മൾ വിളിക്കുന്ന സമയത്ത് പോലും മൊബൈൽ എടുക്കാനുള്ള അല്ലെങ്കിൽ കോൾ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുള്ള മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AKM അഷ്റഫിനും ഇത്തരത്തിൽ ഇവിടെ നടക്കുന്ന ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചോ ഇപ്പോൾ നിലവിലുള്ള നിലപാടിനെക്കുറിച്ചോ ഒരു വ്യക്തമായ ധാരണ ലഭിക്കുന്നില്ല. അവരും നമ്മളെ പോലെ തന്നെ ഏറെ ഒരു സംശയാവസ്ഥയിലാണ്. ഒരു അനിശ്ചിതത്വം ഇവിടെ നീണ്ടുപോകുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി തെളിഞ്ഞ കാലാവസ്ഥയാണ്, ശാന്തമായി ഒഴുകുന്നു. രണ്ടാം ഘട്ട മിഷനിൽ അനിശ്ചിതത്വം ഇതുവരെ നേവി സംഘം അവിടേക്ക് എത്തിയിട്ടില്ല. ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയവും ഇതുവരെ ഈ നേരം ഉണ്ടായിട്ടില്ല.